ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുന്നത് കസാക്കിസ്ഥാനിലോട്ടാണ്. ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ എൻ്റെ കലീഗും ഉണ്ട്. ആളുടെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഞങ്ങൾ ഈ ലാസ്റ്റ് മൊമെൻറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഹവെവർ ഞങ്ങൾ പോകുന്നത് ഷാർജ എയർപോർട്ട് വഴിയാണ്. സോ വി ആർ ഫ്ലൈങ് ത്രൂ എയർ അറേബ്യ. സോ ക്വിക്ക്ലി വി ചെക്ക്ഡ് ഇൻ. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറി. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഇപ്പുറത്തും അപ്പുറത്തായിരുന്നു കേട്ടോ. സോ വി എക്സ്ചേഞ്ച്ഡ് ആ സീറ്റ്സ് ബിക്കോസ് ഫ്ലൈറ്റ് ഫുൾ അല്ലായിരുന്നു. ആൻഡ് ദെൻ വിത്തിൻ 3.5 hours to 4 hours ഞങ്ങൾ അൽമാത്തിയിലെത്തി. അൽമാത്തി ഈസ് ബേസിക്കലി ദ ക്യാപിറ്റൽ ഓഫ് കസാക്കിസ്ഥാൻ. ആൻഡ് ആഫ്റ്റർ വി റീച്ച് ദെയർ ഞങ്ങളുടെ ഡ്രൈവർ ഓൾറെഡി പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടായിരുന്നു. ഞങ്ങളൊരു ടൂർസ് ആൻഡ് ട്രാവൽസ് വഴിയാണ് പോയത്. ഹവെവർ വി ഫീൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലും ഫ്ലൈറ്റ്സ് തന്നെ ബുക്ക് ചെയ്യാം. ആൻഡ് ഞാൻ പറയുന്ന ഗൈഡിനെ വിളിച്ചാൽ മതി ഇഫ് യു ആർ പ്ലാനിങ് ടു ഗോ ടു കസാക്കിസ്ഥാൻ. ക്വിക്ക്ലി ഞങ്ങൾ ലഗേജ് എടുത്തു. ഡ്യൂട്ടി ഫ്രീയിൽ കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ആൻഡ് ക്വിക്ക്ലി വി വെൻറ്റ് ഔട്ട് വെയർ ആ ഡ്രൈവർ വാസ് ഓൾറെഡി വെയിറ്റിംഗ് ടു റിസീവ് us. ആൻഡ് ദ മെയിൻ പ്രോബ്ലം ഹിയർ ഇസ് ലാംഗ്വേജ്. അവർക്ക് നമ്മുടെ ലാംഗ്വേജ് അറിയില്ല. സോ മേക്ക് ഷുവർ ദറ്റ് യു ഹാവ് ആൻ ഇംഗ്ലീഷ് ഗൈഡ് ബിക്കോസ് ഇറ്റ് ബിക്കംസ് റിയലി ഡിഫിക്കൾട്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദീസ് പീപ്പിൾ ബിക്കോസ് ദേ ഡോണ്ട് നോ അവർ ലാംഗ്വേജ്. ഇവിടെ നല്ല ചൂടാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം 25 ഡിഗ്രിയാണ്. ഞങ്ങൾ വിചാരിച്ചത് കണ്ടപ്പോൾ 10 ഡിഗ്രിയൊക്കെ ഉണ്ടെന്നാണ് കാണിച്ചത്. പക്ഷെ 10 ഇല്ല കേട്ടോ, 25 ഡിഗ്രിയാണ്. ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സസൊക്കെ എല്ലാം തണുത്ത ഡ്രസ്സസ് ആയിരുന്നു. തണുപ്പുള്ള ഇടാനുള്ളത് വിൻ്റർ ഡ്രസ്സസ് സ്വെറ്റേഴ്സൊക്കെയാണ് കൊണ്ടുവന്നത്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇനി ഇവിടെ ഷോപ്പിംഗ് ചെയ്യേണ്ടി വരുമല്ലോ ഞങ്ങൾ സെപ്പറേറ്റ്ലി. ബട്ട് നാളെ മഴ. We thought it was snowing here and that's why we came. ഞങ്ങൾ കുറേ പാടുപെട്ടു ഇയാളുടെ കൂടെ സംസാരിക്കാൻ വേണ്ടി. ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അവർ. അപ്പോൾ അയാൾ എന്തെങ്കിലും പറയും, അത് കൺവേർട്ട് ചെയ്യും ഇംഗ്ലീഷിലോട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയും, അത് അവർ കസാക്കിലോട്ട് മീൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ട്രൈങ് ടു സേ. ബട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഫൈനലി ഒരു അടുത്തൊരു എക്സ്ചേഞ്ചിലെത്തി. 482. ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് എക്സ്ചേഞ്ചിലാണ്. ഞങ്ങൾ ഓൾറെഡി ഡോളേഴ്സിൽ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദുബായിൽ. പക്ഷേ ഇവിടെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ടെങ്കയാണ്. അവിടെ ടെങ്കെ ഒരു ദിവസം പിടിക്കും എന്നാണ് പറഞ്ഞത്. സോ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ടെങ്ക എടുക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ ഹോട്ടലാണ്. ഇവിടെ ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. ഞങ്ങളാകെ വിൻ്റർ ജാക്കറ്റ്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. എക്സ്ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് നേരിട്ട് വി വെൻറ്റ് ടു അവർ ഹോട്ടൽ. വി വർ സ്റ്റേയിങ് അറ്റ് റമദ അൽമാത്തി ആൻഡ് ബേസിക്കലി ദിസ് ഹോട്ടൽ ഈസ് വെരി നിയർ ടു ദി എയർപോർട്ട്. ഒരു 20-25 മിനിറ്റ്സേ ഉള്ളൂ. വി ആക്ച്വലി ഹാഡ് ബുക്ക് ദ ട്വിൻ ഷെയറിംഗ് റൂം ആൻഡ് ദ ഗൈഡ് ഓൾസോ ഹെൽപ്ഡ് us with 2 SIM cards which had around 20-25 GB internet which was amazing. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു ആൻഡ് ഇച്ചിരി ചില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് വി വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക് ആൻഡ് ഡിന്നർ. അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് എന്തെങ്കിലും കഴിക്കാനാണ്. ഞങ്ങൾ ബേസിക്കലി അത്ര ഒന്നും കഴിച്ചില്ലായിരുന്നു. ഐ തിങ്ക് ഞാനൊരു സാൻഡ്വിച്ച് കഴിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഡിന്നറിൻ്റെ ആ ഒരു വിശപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവാം. അടുത്തൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അറിയാമോ? അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരു 10 മിനിറ്റ്സിൻ്റെ വാക്ക് ചെയ്താൽ വി റീച്ച് ടു ദിസ് റെസ്റ്റോറൻറ്റ് വിച്ച് ഇസ് ബേസിക്കലി ഇൻ ദ സിറ്റി. ഇറ്റ്സ് കോൾഡ് തന്തൂർ. ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. വെരി നൈസ് ഫുഡ്. സോ ഇഫ് യു ആർ സം വൺ who wants to have Indian food, you can always go to Tandoor. And a friend actually vegetarian ആണ്, so we had so many vegetarian options and this soup was just amazing because എനിക്ക് full on coldum കഫൊക്കെ ആയിരുന്നു and this helped me so much. അങ്ങനെ ഒരു പനീരുടെ കറിയും നാൻ ഓർഡർ ചെയ്തു ആൻഡ് നമ്മൾ ലാവിഷായി ഫുഡ് കഴിച്ചു. അപ്പോഴും ഇറ്റ് ആക്ച്വലി കെയിം ടു അറൌണ്ട് 80-90 dirhams ഓൺലി ഫോർ 2 people വിച്ച് വാസ് എ ഗ്രേറ്റ് പ്രൈസ് ഫോർ അസ് ഓൾസോ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകാൻ പോണത് ഇവിടെ അടുത്തൊരു മോളുണ്ടെന്ന് പറഞ്ഞു വിച്ച് ഇസ് ലൈക്ക് 16 minutes വാക്ക്. അപ്പോൾ ഞങ്ങൾ മോളിൽ പോവാണ്. മോളിൻ്റെ അടുത്ത് എന്തോ ഒരു ഷോപ്പിംഗ് എന്തൊക്കെയോ നടക്കാറുണ്ടെന്ന് പറഞ്ഞു. സോ ഇനി ഞങ്ങൾ അങ്ങോട്ട് പോയി ഫിഗർ ഔട്ട് ചെയ്യാം ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യം എവിടെ നടക്കണമെന്ന്. ടു ആർ സർപ്രൈസ് ഇവിടുത്തെ മോൾ ഇസ് വെരി ബേസിക് മോൾ. നമ്മൾ ദുബായിൽ ഇത്ര മോൾ കണ്ട കാരണം ഇവിടുത്തെ മോൾ അത്ര വലുതായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ക്വിക്ക്ലി വി വെൻറ്റ് ടു സൂപ്പർ മാർക്കറ്റ്, ഗ്രാബ് ഫ്യൂ തിങ്സ് ആൻഡ് റീച്ച് ബാക്ക് ടു ദ റൂം. ഞാൻ കുളിച്ചു. ഇപ്പോഴും എനിക്ക് ഒട്ടും വയ്യ. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇച്ചിരി ബ്രാൻഡി വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ബ്രാൻഡി ഇച്ചിരി കുരുമുളകും വെള്ളം ചൂടുവെള്ളമായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മൊത്തം കഫ് ഇവിടെ നിറഞ്ഞിരിക്കുക, നെഞ്ചിലും കഫുണ്ട്. നാളെ ഞങ്ങൾ പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത് ഒരു ഷംബുലക് എന്ന് പറഞ്ഞൊരു മൗണ്ടൻ ആണ് ഇവിടെ. നാളെ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നന്നായി മഫളറും എല്ലാം കിട്ട് പണ്ടാറിട്ടിട്ട് പോകണം. പക്ഷെ ഇച്ചിരി ഭേദമായാൽ നന്നായിരുന്നു. എനിക്ക് ഒട്ടും വയ്യാതെ ഇരിക്കുക സത്യം പറഞ്ഞാൽ. സോ അതാണിപ്പോൾ എൻ്റെ
ഫ്രണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും ഈ പൂരാ ഘട്ടന മേർക്കോ അങ്ങനെ എൻ്റെ ബ്രാൻഡിയും ചൂടുവെള്ളം കുരുമുളകൊക്കെ ഇട്ട് കുടിച്ചിട്ട് എൻ്റെ കർത്താവ് ഇതെങ്ങനെ ആൾക്കാർ കുടിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവാത്തത്. ഞാനിത് ആക്ച്വലി പകുതിയെ കുടിച്ചോളൂ, എനിക്ക് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ നെക്സ്റ്റ് ഡേ എനിക്ക് പിന്നെയും കുറച്ച് ഭേദം ഉണ്ടായിരുന്നു. ഹവെവർ ദ നെക്സ്റ്റ് ഡേ വി വർ പ്ലാനിങ് ടു ഗോ ടു ഷിംബലാക്ക് വിച്ച് ഇസ് അവിടുത്തെ ഒരു മൗണ്ടൻ ആണ്, നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ്. സോ ഐ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് I feel good and stuff. However, this is it for today's video, guys. I'll see you in my next video, which is going to be the whole vlog at Shimbolak. So stay tuned for that. I'll see you in my next one. Till then, bye bye.